ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് പോകാം. അവിടെ വലിയ പ്രതിഷേധം തീർക്കുന്നു. VC മോഹനൻ കുന്നുമ്മലിനെ തടയുകയാണ് SFI പ്രവർത്തകർ. ജാതി വെറി അനുവദിക്കില്ല എന്ന് ഉറക്കെ ശബ്ദിച്ചുകൊണ്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. SFI മോഹനൻ കുന്നുമ്മലിനെ തടയുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസം അട്ടിമറിക്കാൻ നോക്കുന്നവരെ എമ്മാടികളുടെ നേതാവ് നിങ്ങൾക്കെതിരെ ഉയരുന്നു SFIയുടെ പ്രതിഷേധം RSSൻ വാക്യം കേട്ട് ഇറങ്ങി വരാൻ എത്ര സർവകലാശാല വണ്ടിയാണ്, അല്ല VCയുടെ വണ്ടിയല്ല. അപമാനിച്ച നിന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാരോട് തടയുകയാണ് SFI. ജാതി വിവേചനവും സംഘപരിവാറിന്റെ ഇറക്കുമതിയുമായി കേരളത്തിന്റെ ഭൂമികയിൽ അനുവദിക്കില്ല. സർവകലാശാലകൾ മതേതരത്വം പടുത്തുയർത്തിയ ഇടങ്ങളാണ്. അവിടെ ജാതിവൽക്കരിക്കാനോ ജാതിവെറി നടത്താനോ അനുവദിക്കില്ല എന്ന ഉറക്ക പ്രഖ്യാപനവുമായി ഇതാ SFI VCയുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഷീജ വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? എന്തൊക്കെയാണ് പ്രതിഷേധം? തീർച്ചയായും ഇവിടെ വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഇവിടെ വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ശിവപ്രസാദിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഏതായാലും വലിയ പ്രതിഷേധം. അതായത് വൈസ് ചാൻസലർ, കേരള സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മലിന്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞിരിക്കുകയാണ് SFI പ്രവർത്തകർ. അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് പോലെ തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഡീൻ വിജയകുമാരിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കാത്തതിന് പ്രധാന കാരണം വൈസ് ചാൻസലറുടെ നിലപാടാണ്. ആ വിദ്യാർത്ഥിയുടെ പരാതിയെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്ന പോലുമില്ല VC എന്നുള്ളതാണ് അവർ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ശക്തമായിട്ടുള്ള നടപടി എടുക്കുക എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചതും. ഏതായാലും അത്തരത്തിലൊരു നിലപാട് VC സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധം VCക്കെതിരെ നീങ്ങിയിരിക്കുന്നത്. ഏതായാലും VC ഇവിടെ സർവകലാശാല ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് SFIയുടെ പ്രതിഷേധം മുൻവശത്ത് തുടരുന്ന സാഹചര്യത്തിൽ പിൻവശത്തും കൂടി പുറത്തേക്ക് ഇറങ്ങാനായിരുന്നു VCയുടെ ശ്രമമെന്ന് പറയുന്നത്. അതിനുവേണ്ടി പോലീസ് സുരക്ഷയും തടയുകയാണ്. VCയുടെ ഔദ്യോഗിക വാഹനമാണ് തടയുന്നത്. SFI പറയുന്നുണ്ട് ഇത് പ്രതിഷേധം.
SFIയുടെ ഭാഗത്തുണ്ടാകുന്നത്. കാരണം ജാതിപറി നടത്തുന്നു, സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഒരു സ്ഥിരം VC കേരള സർവകലാശാലയ്ക്കില്ല. ഇങ്ങനെ ഗുരുതരമായ അനാസ്ഥകൾ. യഥാർത്ഥ ചാൻസലറായ ഗവർണർ എവിടെ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് വൈസ് ചാൻസലറുടെ ഔദ്യോഗിക വാഹനം SFI തടയുന്നത്. SFI മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ ജാതിവെറിയുമായി മുമ്പോട്ട് പോകാനാകില്ല. ജാതിവെറി നടത്തുന്ന വിജയകുമാരി നടപ്പാക്കുന്ന സംഘപരിവാറിന്റെ അജണ്ടയാണ്. അതിന് കൂട്ടുനിൽക്കുന്ന ആളാണ് VC, അതിന് കൂട്ടുനിൽക്കുന്ന ആളാണ് ചാൻസലറായ ഗവർണർ. ഈ സംഘപരിവാർ വൽക്കരണവും ജാതിവെറിയും ചാതുർവർണ്ണ വ്യവസ്ഥയും കേരളത്തിന്റെ സർവകലാശാലകളുടെ ഭൂമികയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന ഉറക്ക പ്രഖ്യാപനം. നവോത്ഥാന നായകരുടെ മണ്ണിൽ ജാതിവെറി പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന ചോദ്യമാണ് SFI നേരത്തെ ഉന്നയിച്ചത്. കുത്തിയിരുന്നുള്ള സമരം ഇതാ VCയെ തടയുന്നതിലേക്ക് നീങ്ങുന്നു. VCയെ തടഞ്ഞ ഔദ്യോഗിക വാഹനമാണ്, VCയുടെ ഔദ്യോഗിക വാഹനമാണ് തടയുന്നത്. ഷീജ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നു. ഷീജ, ഇപ്പോൾ VC കേരള സർവകലാശാലയ്ക്ക് പുറത്തേക്ക് പോകുന്നത് എന്നുള്ള കാര്യമാണ്. കാരണം ആ രീതിയിലുള്ള വലിയ പ്രതിഷേധം, VCയുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ VCയുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞ SFI പ്രവർത്തകരെ ഇതിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതടക്കമുള്ള നടപടികളാണ് ഉണ്ടായത്. പക്ഷേ ഒരു തരത്തിലും അത് അംഗീകരിക്കും. VCയുടെ വാഹനം തടഞ്ഞ SFI പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സമീപനം. അതിനുശേഷമാണ് വാഹനം നീക്കിയതിനു ശേഷമാണ് ഇവിടെ നിന്നും ഇപ്പോൾ VCക്ക് പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയത്. പക്ഷേ ഇപ്പോൾ വീണ്ടും SFI പ്രവർത്തകർ കൂടുതലായി തന്നെ എത്തി VCയുടെ വാഹനം തടയുന്ന ഒരു സമീപനമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ആദ്യം VCയുടെ വാഹനം മുൻവശത്തുകൂടി പോയാൽ VCയെ തടയും SFI പ്രവർത്തകർ എന്നുള്ളത് കൊണ്ടാണ് VCക്ക് വേണ്ടി വാഹനം സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പിൻവശത്ത് VC ഈ വാഹനത്തിൽ കയറിയതിന് തൊട്ടു പിന്നാലെ SFI പ്രവർത്തകർ ആ വാഹനം തടയുകയായിരുന്നു. അതും വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു VCക്കെതിരെ SFI പ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ തടഞ്ഞ SFI പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് SFI പ്രവർത്തകരെ പോലീസ് നീക്കി അതിനുശേഷമാണ് ആ വാഹനം അവിടെ നിന്നും പുറപ്പെട്ടത്. പക്ഷേ പുറപ്പെട്ട് ഒരു
കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ തന്നെ കൂടുതൽ SFI പ്രവർത്തകർ ആ വാഹനം തടയുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആ വാഹനം SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയിലൂടെ പുറത്തേക്ക് പോലീസ് സുരക്ഷയിൽ പുറത്തേക്ക് പോകുന്ന ഒരു സമീപനം പുറത്തേക്ക് പോകുന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ കേരള സർവകലാശാല ആസ്ഥാനത്ത് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് നടുവിലൂടെയാണ് ഇപ്പോൾ VC മോഹനൻ കുന്നുമ്മലിന്റെ വാഹനം കേരള സർവകലാശാല ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് പോകുന്നത്. ആ വാഹനം രണ്ടിടങ്ങളിലായി SFI പ്രവർത്തകർ തടഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. അത് വീണ്ടും വാഹനം തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ആ വാഹനം SFI പ്രവർത്തകർ തടഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം കേരള സർവകലാശാലയിൽ തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 3 ഇടങ്ങളിലായിട്ടാണ് VCയുടെ വാഹനം SFI പ്രവർത്തകർ തടഞ്ഞിരിക്കുന്നത്. ഈ വാഹനത്തിനുള്ളിൽ VC ഉണ്ട്. VC പക്ഷേ ഒരു തരത്തിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പോലീസിന്റെ എസ്കോർട്ടോടുകൂടി വാഹനം പുറത്തേക്ക് ഇറക്കാനാണ് പ്രവർത്തകർ പോലീസിന്റെ എസ്കോർട്ടോടുകൂടി പുറത്തേക്ക് പോകാനാണ് അതിനുള്ള വഴിയൊരുക്കുകയാണ് പോലീസ്. പക്ഷേ SFI പ്രവർത്തകർ വലിയ തോതിൽ ഉള്ള പ്രതിഷേധം ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. ആ വാഹനം തടയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും വിവിധ പോയിന്റുകളിൽ SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്.